നിങ്ങള് ഇത് വായിച്ചോ? ഇതാണ് ക്വസ്റ്റ്യൻ. ഇതൊരു സമാധാനം. നിങ്ങൾ എന്താ ചെയ്യണേ? എന്താ ചെയ്യണേ? നിങ്ങള് എത്ര കുറെ പഠിക്കണേ? കുറെ വർഷമായോ? വീടൊക്കെ എവിടെയാ? പാലക്കാട്. ഞങ്ങള് സോഷ്യൽ എംപവർമെന്റ് മിഷൻ എന്ന് പറഞ്ഞ ടീമിന്റെ ആളുകളാണ്. എന്ന് പറഞ്ഞാൽ കുറെ ആളുകൾക്ക് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുക, അതൊക്കെയാണ് പരിപാടി. ഞങ്ങൾ ക്വസ്റ്റ്യൻ എന്താ അറിയോ? ഇക്കഴിഞ്ഞ നബിദിനവും പിന്നെ തിരുവോണൊക്കെ ഒരുമിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ലേ? അടിപൊളിയോ? സെലിബ്രേറ്റ് ചെയ്തോ? ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയോ? നബിദിനം ഉണ്ടായിരുന്നു? ഷറൈനോ? അങ്ങനെ പരിപാടിയൊക്കെ നാട്ടിൽ ആ സമയത്തൊക്കെ അടിപൊളിയായി. നബിദിനത്തിന് അന്ന് നബി നമ്മളെ കാണാൻ വിചാരിച്ചോ? വെറുതെ വിചാരിച്ചോ? എന്താ ചോദിക്കാം? ഫസ്റ്റ് ചോദിക്കാം, എന്താ മരിച്ചവരെ ജീവിപ്പിക്കും? അതെന്തേ ഞാൻ ചോദിക്കണ്ടേ? അല്ല, എന്റെ വല്യമ്മ മരിച്ചിട്ടുണ്ട്, എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. അത് ചോദിക്കോ? നിങ്ങൾ എന്താ ചോദിക്കാം? അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും പറയാം അല്ലേ? ശരിക്കും വേറെന്താ ചോദിക്കാം? നിങ്ങളെല്ലാരും തട്ടിട്ടിക്കണല്ലോ അല്ലേ? അല്ലേ? ഇപ്പൊ പൊതുവെ നബിക്ക് ഇഷ്ടമുള്ളൊരു കാര്യല്ലേ അല്ലെ തട്ടിടാന്ന് പറഞ്ഞത് അല്ലെ? അപ്പൊ ഇപ്പൊ ഈ സമയത്ത് പറഞ്ഞാല് വെറുതെ പൊതുവെ ആളുകൾ അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വല്ലാണ്ട് ശ്രദ്ധ ഒന്നും കൊടുക്കല്ല. പക്ഷെ നിങ്ങളിപ്പോ രാത്രിയുടെ ഇവിടെ വന്നിരിക്കുമ്പോഴും അത്യാവശ്യമൊക്കെ വളരെ നീറ്റായിട്ട് ഡ്രസ് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പിന്നെ എന്താ പറയാ ഒരു നിങ്ങളുടെ ഒരു റിലീജിയസ് മാനർ കീപ്പ് ചെയ്യുന്നുണ്ട് അത്യാവശ്യം. അപ്പൊ അത് കണ്ടാൽ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യില്ലേ? അല്ലേ? എന്താണ് അപ്പൊ നിങ്ങൾ ഫേസ് ചെയ്യുന്ന കുറെ പ്രശ്നങ്ങളുണ്ടോ? അതായത് നമ്മുടെ സൊസൈറ്റിയിൽ നിന്നാവട്ടെ, പഠിക്കുന്ന സ്ഥലത്തു നിന്നാവട്ടെ, അല്ലെങ്കിൽ എവിടെ നിന്നാവട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ കുറിച്ചൊക്കെ ചോദിക്കാണ്ടാവൂലേ? നിങ്ങൾക്ക് വളരെ പിന്നെ എന്താ പറയാ ചാലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ലൈഫിൽ അനുഭവിക്കുന്ന വലിയ എന്തെങ്കിലും പ്രശ്നം. നബി എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താ ഒരു പിന്നെ വിചാരം? ഭയങ്കര എന്താ പറയാ നമുക്ക് പിടിക്കാൻ പറ്റാത്ത ഒരാളാണോ, അല്ലെങ്കിൽ ഭയങ്കര കമ്പനി ആയിരിക്കും? നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി? കമ്പനി ആയിരിക്കോ അല്ലെ? ആ കമ്പനി ആയ ആൾക്ക് നമുക്ക് എന്ത് ചോദിച്ചൂടെ? നമുക്ക് നമ്മളെ പ്രശ്നമൊക്കെ പറഞ്ഞൂടെ? എന്നാ ഒന്ന് പറഞ്ഞു നോക്കിയ വെറുതെ എന്തൊക്കെ അവസ്ഥ? നിങ്ങൾക്ക് എന്താ ചോദിക്കാണ്ടാവുക കാര്യമായിട്ട്? ആളൊന്ന് സംസാരിക്കുന്നുണ്ട്, പറഞ്ഞോ. ടു ബി ഓണസ്റ്റ് എന്താ ചോദിക്കാം? അങ്ങനെ ആള് മുമ്പിൽ ഒന്ന് ചോദിക്കാൻ പറ്റുന്ന എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അത് എക്സൈറ്റ്മെന്റ്, പാർട്ട് ഓഫ് എക്സൈറ്റ്മെന്റ്. നമുക്ക് എന്താ ചോദിക്കാണ്ടാവുക? അല്ല, ഇപ്പൊ ഞങ്ങള് പഠിക്കാൻ വിട്ടത് തന്നെ കൊറേ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇവിടെ പഠിക്കാൻ വിട്ടത് തന്നെ. ഇങ്ങോട്ട് പഠിക്കാൻ വിടുന്നത്. അപ്പൊ കൊറേ കുട്ടികൾക്ക് ഇപ്പൊ പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷനും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ ശരിക്കും നമ്മളെ പൊതുവെ പെൺകുട്ടികൾ പഠിക്കണം അല്ലേ? പെൺകുട്ടികൾ പഠിക്കാൻ നമ്മളെ മുസ്ലിം സമ്പ്രദായത്തില് പെൺകുട്ടികളെ പഠിക്കാൻ പാടില്ല, 18 വയസ്സിൽ കല്യാണം എന്നുള്ള ഒരു നബി പറഞ്ഞ എന്താ അറിയോ? ഈ വിജ്ഞാനം കരസ്ഥമാക്കാന്നുള്ളത് എല്ലാ ആണിന്റെയും പെണ്ണിന്റെയും മേൽ നിർബന്ധമാണ്. രണ്ടാൾക്കാർക്കും എന്താണ് അത് നിർബന്ധമാണ്. അപ്പൊ പെൺകുട്ടികൾ പഠിക്കാന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. അത്യാവശ്യം എന്ന് പറഞ്ഞാല് അത് അവരുടെ അവകാശം തന്നെ പറയാം. അതിപ്പോ നമ്മൾ ഇന്ത്യൻ ഭരണഘടന വെച്ചിങ്ങോട്ട് പറയാന്നല്ലെങ്കിൽ പോലും നമ്മുടെ റിലീജിയൻ ബേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ എന്താണ് അത് ഒരു റൈറ്റ് ആണ്. നബിതങ്ങൾ അത് സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്തതാണ് എന്തിനെ ആളുകൾ പഠിക്കുക. അത് പെണ്ണാവട്ടെ ആണാവട്ടെ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോ ഞങ്ങളെ പഠിക്കാൻ വിടാത്ത കാര്യങ്ങൾ ചോദിക്കൂലേ? വേറെ എന്ത് ചോദിക്കാം? അതേപോലെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും ചോദിക്കാൻ പറ്റും. വെറുതെ ഇതൊരു തോട്ടാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കല്ലേ, എന്താ അറിയോ, നമ്മൾ ഈ മധുഹൊക്കെ പാടുന്ന സമയത്ത് പാട്ടൊക്കെ കേൾക്കല്ലേ? നബിന്റെ പാട്ട് കേൾക്കും. നബിന്റെ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നെങ്കിലൊക്കെ നമ്മൾ ആലോചിക്കും. നേരെ തിരിച്ചാലോചിച്ച് നോക്കിയേ, നബി ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ? ഇപ്പൊ ഇവിടെ വന്ന എന്തെങ്കിലും അവസ്ഥ? എന്തെങ്കിലും അവസ്ഥ നിങ്ങൾ എന്തെന്നാണ് ട്രീറ്റ് ചെയ്യുക? പെട്ടെന്ന് നമ്മളൊരു ജെൻസി വൈബിൽ ആലോചിച്ചാൽ മതി. നബി നമ്മളെടുത്ത് വന്ന് ഇപ്പൊ നമ്മൾ എങ്ങനെയൊക്കെ അത് ആലോചിക്കാം, നമ്മൾ എങ്ങനെയൊക്കെ ട്രീറ്റ് ചെയ്യുക, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചോദിക്കുക. അതാണ് ഞാൻ ചോദിക്കുന്നത്, അല്ലാതെ സാങ്കല്പികമായിട്ടൊന്നല്ല. വെറുതെ ഇവിടെ വന്ന് ആലോചിച്ച് നോക്കിയേ. സീരിയസ്ലി ഒന്നുകിൽ ഇപ്പൊ നമുക്ക് എന്തുണ്ടാവും, ഒരു പേടി ഉണ്ടാവും ചിലപ്പോ അല്ലേ? ചിലപ്പോ നമ്മൾ ചേഞ്ച് ആവേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ നബി നമ്മൾ അക്സെപ്റ്റ് ചെയ്യില്ലേ? നമ്മളെ പിന്നെ നബിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയാതെ ഏതാളാണെങ്കിലും അയാൾ എത്ര മോശമാണെന്നുണ്ടെങ്കിലും ആളെ ഭയങ്കര ജെന്റിലായിട്ട് കൈകാര്യം ചെയ്തിട്ട് ഹാൻഡിൽ ചെയ്തിട്ട് നന്നാക്കുള്ളൂ. അല്ലാതെ ഒരാൾ മോശം നിർത്തിയിട്ട് അയാളെ പെട്ടെന്ന് അങ്ങോട്ട് വിട്ടു എന്നൊക്കെ പറയോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? നബിനെ പറ്റി അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. പൊതുവെ എല്ലാരെയും അപ്പൊ ആ രീതിയിൽ നമ്മളെ അക്സെപ്റ്റ് ചെയ്യൂലേ പൊതുവെ. എന്നിട്ട് നമ്മളെ എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടേ പറഞ്ഞുതരും. ആ രീതിയിലല്ലേ മാറ്റിയെടുക്കുക. നബിന്റെ ലൈഫിൽ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ പറയോ? യൂണീക്ക് ആയിട്ടൊരു ക്യാരക്ടർ, ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നബിന്റെ ലൈഫിൽ.
എല്ലാരെയും ഒരുപോലെ കാണും എന്ന് പറഞ്ഞാല് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? ഒരു ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഉണ്ടല്ലോ. അതെ, പൊതുവെ ആ, എങ്ങനെയൊക്കെ പൊതുവെ ഡിസ്ക്രിമിനേഷൻ ഉള്ളത്? ഇപ്പൊ നിറത്തിന്റെ പേരില് ആ, അല്ലെങ്കിൽ ജാതി മതത്തിന്റെ അങ്ങനത്തെ പേരില്. പേരിലൊക്കെ. പക്ഷെ നബി ആണെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നില്ലാണ്ട് ആളുകളൊക്കെ ഒരുപോലെ സ്നേഹിക്കാനൊക്കെ പറ്റും. സ്നേഹിക്കാൻ പഠിക്കും. ഓക്കെ, അതൊരു വലിയ പ്രശ്നമാണ് ഇപ്പൊ നിലവിലെ സൊസൈറ്റിയിൽ. ആ. അതിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കൂലേ? ഉം. ഇപ്പൊ കുറെ കാര്യം കിട്ടില്ലേ എന്തൊക്കെ സംസാരിക്കാന്നുള്ളത്? ഇതാണ് ഞാൻ ഫസ്റ്റ് ചോദിച്ചത്. ഇപ്പൊ വെറുതെ നമ്മളിങ്ങനെ ഒരു തോട്ടിട്ട് നോക്കിയതാ. അതിപ്പോ നമ്മൾ സാധാരണ ആലോചിക്കലുണ്ട് നബിന്റെ കാലത്ത് നമ്മൾ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ആലോചിക്കലുണ്ട്. പക്ഷെ അതേപോലെ നമ്മളെ കാലത്ത് ഉണ്ടായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു ആലോചിക്കാൻ വേണ്ടിട്ടാ. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ കൂടെ? വെറുതെ ഒരു ഹാപ്പിനെസ്സിന് പറയാം, അത്രേ ഉള്ളൂ. ഇതൊക്കെ ഒരു എന്താ പറയാ, ഒരു സുന്നത്തിന്റെ ഭാഗമായിട്ട് കൂട്ടിയാൽ മതി. ആളെ കണ്ട ഭയങ്കര എക്സൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുവോ? എനിക്കൊന്നും പെട്ടെന്ന് ചോദിക്കാൻ കിട്ടും ഒന്നും നിൽക്കാൻ കിട്ടൂല. കണ്ടാലൊക്കെ. ഫുഡ് കൊടുക്കോ? ഫുഡ് കൊടുക്കോ? എവിടുന്ന് നല്ല ഫുഡ് കിട്ടാടെ? കൊടുക്കൂ. അല്ലെങ്കിൽ ചെലവ് വയ്ക്കോ? ക്യാഷ് നിങ്ങൾ കൊടുക്കല്ലേ ചെലവ് വയ്ക്കോ? ഞങ്ങളും അല്ല, നബീനെ എത്ര treat ചെയ്താലും മതിയാവില്ലല്ലോ. എന്താ നബി അത്രയും എന്താ പറയാ, സ്നേഹം. ഒരാളല്ലേ. പിന്നെ മൂപ്പരെ പേഴ്സണാലിറ്റി പറഞ്ഞാല് ഇപ്പം കട്ടതെന്റെ മകൾ ഫാത്തിമ ആണെച്ചെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടില്ലേ. അപ്പൊ ആ, മൂപ്പര് ഭയങ്കര അതിനൊക്കെ just ആണ്. അതെ. ഗ്രേറ്റ്. നിങ്ങൾക്ക് ആളെ കുറിച്ചൊരു പിന്നെ എന്താ പറയാ, അത്രയും ഒരു ഓവർവെൽമിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ആണ് മൈൻഡിൽ ഉള്ളത് അർത്ഥം. അത് വലിയൊരു കാര്യല്ലേ? നിങ്ങൾക്ക് സ്വന്തം ആലോചിച്ചിട്ട് ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? പിന്നെ ഇപ്പൊ ഞാനിപ്പോ ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇത്രയും നേരം ആലോചിച്ചിട്ടുണ്ടാവില്ല. ഇപ്പൊ ഞാൻ ചോദിക്കുന്ന സമയത്ത് നമ്മളെ മൈൻഡിലൊക്കെ നബിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഓവർവെൽമിംഗ് വരുന്നുണ്ട്, ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അത് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തം ഒരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടോ? അതായത് ഞങ്ങളുടെ മൈൻഡിൽ ഇപ്പോ ഒരാൾ ഇങ്ങനെ ഒപ്പീനിയൻ വന്ന് ചോദിക്കാണ്, അപ്പൊ നബിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു കൂൾ, ഒരു കാംനെസ് ഒക്കെ മൈൻഡിൽ കിട്ടുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് ആലോചിക്കുമ്പോൾ, അപ്പൊ എനിക്ക് അത്യാവശ്യം സ്നേഹമൊക്കെ ഉണ്ട് അല്ലേ? അല്ലേ? ഒരു സമാധാനം കിട്ടുന്നില്ലേ? ഇതെപ്പോഴും കിട്ടും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടെൻഷൻ അടിക്കുമ്പോഴും ഒക്കെ ഈ പറഞ്ഞ കുറെ സാധനങ്ങൾ ആലോചിച്ചാൽ മതി. ഒരു ചരിത്രക്കാരില്ലേ മറ്റേ കല്ലെറിഞ്ഞ് ഓടിക്കണമൊക്കെ കിട്ടണ നബിനെ സ്വന്തം നാട്ടിൽ നിന്ന് റിജക്ട് ചെയ്തിട്ട് കല്ലൊക്കെ എറിഞ്ഞ് ഓടിച്ചിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, ത്വായിഫ് എന്ന സ്ഥലത്തേക്ക്. അവിടെ നബിന്റെ കുറെ റിലേറ്റീവ്സ് ഉണ്ടായിരുന്നു. അപ്പൊ വെറുതെ ആലോചിച്ചു കേട്ടോ, നമ്മളെ ഫാമിലി നമ്മളെ തീരെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മളെ നാട്ടിൽ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ ദൂരമുള്ള ഒരു ഫാമിലിന്റെ വീട്ടിലേക്ക് പോവാണ്, നമ്മളെ ഒരു ഹോപ്പിന്റെ പേരിൽ പോവാണല്ലോ. വെറുതെ പോയാലും ഒരു ഹോപ്പ് ഉണ്ട്. പക്ഷെ അവിടെ പോയപ്പോ അവിടുന്ന് കല്ലെറിഞ്ഞ് ഓടിക്കുക. ഇങ്ങനെ ഓടിച്ച് ഫുള്ള് പ്രശ്നമായിട്ട് അങ്ങനെയൊക്കെയാണ് ഈ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മള് ചരിത്രം വായിക്കുമ്പോൾ കിട്ടുന്നതാ. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ മൈൻഡിൽ ആലോചിക്കുമ്പോൾ ഒരു ഹീലിംഗ് കിട്ടും. വെറുതെ ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ ഇങ്ങനെ ഈ ഒരു തോട്ടിട്ട് നോക്കിയതാണ് നിങ്ങൾ എങ്ങനെ സംസാരിക്കാനുള്ളത്. നിങ്ങൾ നല്ലോണം സംസാരിച്ചു, ഗ്രേറ്റ്, മാഷാ അല്ലാഹ്. അപ്പോ ഈ ഒരു പിന്നെ എന്താ പറയാ, ഉള്ളില് ഇപ്പൊ നബി തങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും ഭയങ്കര റിലീജിയസ് ആവണം, ഫുൾ ടൈം വിക്രം സ്വലാത്തും അങ്ങനൊന്നും അല്ല എനിക്ക്. അങ്ങനെ ആവാ, പക്ഷെ നിങ്ങളിപ്പോ ഈ കൂട്ടത്തിൽ ഈ സംസാരിച്ചില്ലേ, കുറച്ച് പോസിറ്റീവായി സംസാരിച്ചില്ലേ, ഇതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൗഡായിട്ട് നിൽക്കാം. അപ്പോൾ എന്താ ചെയ്യാ, അല്ലാഹു ബാരിക്, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എന്നായിക്കോട്ടെ. അസ്സലാമു അലൈക്കും.